നമസ്തേ. ഒരിക്കൽ ഒരു കോർപ്പറേറ്റ് ട്രെയിനർ ഒരു ഓർഗനൈസേഷന്റെ സ്റ്റാഫ്സിനൊരു സെഷൻ എടുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്തതാണ്. ആ ആക്ടിവിറ്റി ഐ തിങ്ക് there were close to 60 odd staffs in the training session. അവരെ കംപ്ലീറ്റ് ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അവരുടെ ബലൂണ്, പേരെഴുതിയിട്ടുള്ള ബലൂണ് നല്ലോണം എയർ ചെയ്തിട്ട് കെട്ടി, നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയിട്ട് ഒരു റൂമിലേക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി പറയും. ഈ 60 ആൾക്കാരും ഓരോ ബലൂൺ എടുത്ത് അതിൽ ഫുൾ എയർ നിറച്ച് അവരെ പേര് മാർക്കർ കൊണ്ട് എഴുതിയിട്ട് ഒരു റൂമിലേക്ക് ഇട്ടു. ഉടനെ തന്നെ ഈ ട്രെയിനർ ഈ റൂമിലേക്ക് ശക്തിയായി കാറ്റടിപ്പിച്ചതിന് ശേഷം ഇതെല്ലാം ജഗിൾ ചെയ്തിട്ട് എല്ലാം ബലൂണും മിക്സ് ആയതിനു ശേഷം ഈ 60 ആൾക്കാരോട് പറയും, ഇനി നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ബലൂൺ കണ്ടെത്തും. ആദ്യം കണ്ടെത്തുന്ന ആൾക്കാർക്ക് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞ കാരണം ഈ 60 സ്റ്റാഫ്സും കൂടെ അതിലേക്ക് കയറുന്നു. അവര് കലവില, ഭയങ്കര പ്രശ്നം, കുറെ ബലൂൺ പൊട്ടിപ്പോകുന്നു, 1-2 ആൾക്കാർക്ക് കിട്ടുന്നു. അങ്ങനെ ഏകദേശം 4-4.5 മിനിറ്റ് ഈ ആക്ടിവിറ്റി ചെയ്തിട്ടും 10-ൽ കുറവ് ആൾക്കാർക്ക് മാത്രമേ അവരുടെ ബലൂൺ കിട്ടിയുള്ളൂ. ഈ ട്രെയിനർ ഇവരെല്ലാം തിരിച്ച് റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരുടെ എന്താണ് അവർക്ക് മനസ്സിലായതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇതിങ്ങനെ കാറ്റിൽ ജഗിൾ ചെയ്തുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാണാൻ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നതിന്റെ ഇടയ്ക്ക് എന്റെ ബലൂൺ കണ്ടെത്താൻ പറ്റിയില്ല. വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. Now he said, I'm changing the rule a bit and then asking you to do the exercise one more time. സെക്കൻഡ് ടൈമില് ആക്ടിവിറ്റി ഇത് തന്നെയാണ്. ബലൂണ് എയർ നിറയ്ക്കുന്നു, അതിനുശേഷം പേരെഴുതുന്നു, ആ റൂമിലേക്ക് ഇടുന്നു. സെയിം ആക്ടിവിറ്റി ചെയ്യുന്നു. ട്രെയിനർ എയർ ബ്ലോ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് മിക്സ് ആക്കുന്നു. അതിനുശേഷം ഇയാൾ പുറത്തു വന്നിട്ട് 60 ആൾക്കാരും പറയും, ഇനിയത്തെ റൂള്, നിങ്ങൾക്ക് കിട്ടുന്ന ബലൂണ് ആരുടെ പേരാണോ അത് ഉറക്കെ വിളിച്ചിട്ട് അയക്ക് പാസ് ചെയ്യാണ്. ഇവരെല്ലാരും ചെന്നു, കിട്ടുന്ന ബലൂൺ എടുക്കുന്ന ആള് അതിൽ കാണുന്ന പേര് വിളിക്കുന്നു, ആൾ ഐഡന്റിഫൈ ചെയ്യുന്നു, കൊടുക്കുന്നു. ലെസ് ദാൻ 1.5 മിനിറ്റില് ഈ 60 ആൾക്കാർക്കും അവരുടെ ബലൂൺ കിട്ടി. Now the trainer asked the audience, the staffs, what did you learn from this? പലരും പല കാര്യങ്ങൾ അവരുടെ ഐഡിയ ആയിട്ട്, അവരുടെ ലേണിംഗ് ആയിട്ട് പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ടി മാത്രം, സ്വാർത്ഥമായിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് സമയമെടുക്കും ആ കാര്യം അച്ചീവ് ചെയ്യാൻ. ആദ്യത്തെ കേസിൽ അവർ സ്വാർത്ഥരായിരുന്നു. അവരോട് പറഞ്ഞത് നിങ്ങളുടെ പേരുള്ള ബലൂൺ എടുക്കണം എന്നാണ്. അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. കിട്ടുന്നതെല്ലാം വേറെ ആൾക്കാരുടെ പേരുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ എക്സസൈസ് ചെയ്തപ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയല്ല, കിട്ടുന്ന ബലൂൺ ആരുതാണോ അവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾക്ക് നമ്മുടെ ബലൂൺ കിട്ടി, അത് നമുക്കും കിട്ടി. ഇങ്ങനെയാവണം നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും. നമ്മളുടേത് അല്ലാത്ത, നമ്മളുടെ ക്ലോസ് അല്ലാത്ത, നമ്മളുടെ സ്വന്തമല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കള്, നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. അവര് നമ്മളെ സ്നേഹിക്കും, അവര് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യും, അവര് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യും. അതിനപ്പുറത്തേക്കുള്ളൊരു സൊസൈറ്റി ഉണ്ട്, നമ്മളെ അറിയാത്ത എന്നാൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മൾ വർക്കിന്റെ ഭാഗമായിട്ട് നമ്മളോട് ചേർന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ വ്യക്തിപരമായിട്ട് അറിയില്ല. അത്തരം ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ടീം പ്ലെയർ ആയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി കൂടി ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും വിൻ ചെയ്യും. So this world is all about collaboration. This world is all about accommodating different kinds of people. നമ്മളെപ്പോലുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് യുണീക്ക് ആയിട്ടാണ്. ഓരോ ആൾക്കാരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ യുണീക്കാണ്. അവരെ ചേർത്ത് നിർത്താനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ അക്കോമഡേറ്റ് ചെയ്യാനും അവരോടൊത്ത് നമ്മുടെ ഐഡിയാസ് കൊളാബറേറ്റ് ചെയ്യാനും കൂടി നമുക്ക് സാധിച്ചാൽ we will create a wonderful environment, be it at home or at office. So let's hope we all will build together a greater place to work together and live together. Thank you. Have a good day.